കാർഷികോൽപാദനം വർദ്ധിപ്പിക്കൽ, തൊഴിൽ, നൈപുണ്യ വികസനം, മാനവശേഷി വികസനം, സാമൂഹ്യനീതി, ഉൽപാദന സേവന മേഖല, ഊർജ്ജ സുരക്ഷ, അടിസ്ഥാന സൗകര്യ വികസനം എന്നു തുടങ്ങി ഇത്തരം വിഷയങ്ങൾക്കാണ് ബജറ്റ് മുൻഗണന നൽകിയിരിക്കുന്നത്. കൂട്ടുകക്ഷി സർക്കാരിൻ്റെ ആദ്യ സർക്കാരിൻ്റെ ബജറ്റ് എന്ന നിലയിൽ ചില സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഈ സർക്കാരിന് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ബജറ്റ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രത്യേക പാക്കേജുകൾ. ആന്ധ്രാപ്രദേശിന് 15,000 കോടിയുടെ പാക്കേജാണ് നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചത്. ബീഹാറിൽ റോഡ് പുനരുദ്ധാരണ പദ്ധതികൾക്കായി 26,000 കോടി രൂപയുടെ പദ്ധതികൾ ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റ് പ്രഖ്യാപനം പൂർത്തിയായിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഇതിൽ പുതുതലമുറ വികസനം എന്നതൊരു പ്രധാനപ്പെട്ട ഭാഗമായി അവതരിപ്പിച്ചിട്ടുണ്ട്. 30 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള വൻ നഗരങ്ങളിൽ ഗതാഗത വികസന പദ്ധതികൾ ബജറ്റിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റ് അവതരണം പൂർത്തിയാക്കിയിരിക്കുന്നു. എന്തൊക്കെയാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൻ്റെ സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ആർക്കെ, സ്വാഭാവികമായും തിരഞ്ഞെടുപ്പിനേറ്റ തിരിച്ചടിയുടെ കാരണങ്ങൾ കൂടി പരിശോധിച്ച ശേഷം ഉണ്ടാകുന്ന ഒരു ബജറ്റ് പ്രഖ്യാപനം എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. അതിന് അനുകൂലമായ രീതിയിലുള്ള ബജറ്റ് പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തെ എങ്ങനെയാണ് ഈ ബജറ്റ് പരിഗണിച്ചിരിക്കുന്നത്? അതോടൊപ്പം തന്നെ ബീഹാർ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്ക് ഇതൊരു കൂട്ടുകക്ഷി സർക്കാരിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ബജറ്റിന്റെ സവിശേഷതകൾ? ഗോപി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബീഹാറിനും ആന്ധ്രയ്ക്കും നൽകിയിരിക്കുന്ന വാരിക്കോരി നൽകിയിരിക്കുന്ന ഈ സമ്മാനങ്ങളാണ്. വിമാനത്താവളങ്ങളും റോഡുകളും നിർമ്മിക്കാൻ പ്രത്യേക പദ്ധതികൾ അടക്കം 2 സംസ്ഥാനങ്ങൾക്കും വലിയ രീതിയിൽ ഉള്ള ആനുകൂല്യങ്ങൾ ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ, കണക്ക് കൂട്ടിയതുപോലെ തന്നെ ആദ്യ ബഡ്ജറ്റ് എന്ന നിലയിൽ തന്നെ പ്രത്യേക പദവി, ബീഹാറിന് പ്രത്യേക പദവി അടക്കം നൽകിക്കൊണ്ടാണ് ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ അതിന്റെ സമ്മർദ്ദം എത്രത്തോളം അനുഭവിക്കുന്നു ഈ ഘടകകക്ഷികളിൽ നിന്ന് എന്നത് വ്യക്തമാക്കുന്നതാണ് നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനങ്ങൾ. ഈ പ്രഖ്യാപനത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ഈ ഇടത്തരക്കാരായിട്ടുള്ള ശമ്പള വരുമാനക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്ന ഒന്ന് ആദായ നികുതിയുടെ പരിധിയിൽ വരുത്തിയിരിക്കുന്ന മാറ്റമാണ്. പുതിയ സ്കീമിലാണ് ഈ മാറ്റം വരുത്തിയിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 ഉയർത്താനായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. 3 ലക്ഷം രൂപ വരെ നികുതിയില്ല എന്ന പ്രഖ്യാപനവും ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. 3 മുതൽ 7 ലക്ഷം രൂപ വരെ 5% നികുതി ആയി ഉണ്ടാവുക. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയാക്കി എന്നുള്ളത് ഒരുപക്ഷെ വലിയ രീതിയിൽ ഈ മേഖലയിൽ പുതിയ നികുതി ഘടനയെ ആശ്രയിച്ചിട്ടുള്ളവർക്ക് ഗുണകരമായിട്ടുള്ള ഒരു ഉപാധിയായി മാറിയേക്കാം. അടിസ്ഥാന സൗകര്യ മേഖലയില്, കാർഷിക മേഖലയില് ഒക്കെ വലിയ രീതിയിലുള്ള പദ്ധതികൾക്ക് വിഭാവനം ചെയ്തുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് ഈ ധനക്കമ്മിയുടെ കാര്യത്തിൽ ഈ ബഡ്ജറ്റ് ഏത് വിധത്തിലുള്ള നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ്. 5-ൽ താഴെ ധനക്കമ്മി നിർത്താനായി ഈ ബഡ്ജറ്റ് നിർദ്ദേശിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അവരുടെ അനുവദിച്ചിരിക്കുന്ന പദ്ധതികളെ സംബന്ധിച്ച്, വിഹിതത്തെ സംബന്ധിച്ച് ഉള്ള ഒരു വിശദമായിട്ടുള്ള പ്രസ്താവന ഒരുപക്ഷെ ഈ ബഡ്ജറ്റിന്റെ പ്രസിദ്ധീകരിക്കുന്ന ഡോക്യുമെന്റിനോടൊപ്പമായിരിക്കും ഒരുപക്ഷെ ലഭ്യമാകുക. കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ആ ഘട്ടത്തിലായിരിക്കും നമ്മുടെ ഓരോ പദ്ധതികൾക്കും ഇത്തവണ മാറ്റിവെച്ചിരിക്കുന്ന തുക എത്രയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത വരാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ ബഡ്ജറ്റിൽ സ്വീകരിച്ചതിനേക്കാൾ കൂടുതൽ നിർദ്ദേശങ്ങളിൽ കൂടുതൽ ലഘുവായിട്ടുള്ള സമീപനം സ്വീകരിക്കാനായിട്ട് നിർമ്മലാ സീതാരാമൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. അതിനിടയിലും ഈ കോർപ്പറേറ്റ് ടാക്സ്, വിദേശ സ്ഥാപനങ്ങൾക്കുള്ള നികുതി അടക്കം കുറച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് ഒരു വലിയ രീതിയിൽ ഗുണകരമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിൽ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക്, ഏതാണ്ട് 5 സംസ്ഥാനങ്ങളിലേക്ക് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് വ്യാപിപ്പിച്ചത് അടക്കമുള്ള നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നു. എല്ലാവർക്കും വീട് ലഭ്യമാക്കുക
എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള പദ്ധതികൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കും എന്ന പ്രഖ്യാപനവും ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. പൊതുവിൽ ഈ ബഡ്ജറ്റ് പരിശോധിക്കുമ്പോൾ നേരത്തെ ഗോപി ചോദിച്ചതുപോലെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി എന്നാൽ തുടർന്നു കൊണ്ടുവരുന്ന നയ സമീപനങ്ങളും പരിഷ്കരണ നടപടികളും അത് വീണ്ടും തുടരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ബഡ്ജറ്റാണ്. ഒരു പരിധി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർക്കാർ, അതായത് ഒരു കൂട്ടുകക്ഷി സർക്കാരിന്റെ സമ്മർദ്ദങ്ങൾക്ക് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന് വഴങ്ങേണ്ടി വന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൈനിറയെ പ്രഖ്യാപനങ്ങൾ നൽകിക്കൊണ്ടുള്ള ഈ ബജറ്റിലെ തീരുമാനങ്ങൾ. അതിനോടൊപ്പം തന്നെ കേരളത്തിന്റെ ആവശ്യങ്ങൾ ഏത് നിലയ്ക്ക് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ചോദ്യമുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനമായി അറിയാനുള്ളത് ഇനി കേരളത്തിന് അനുകൂലമായി നിൽക്കുന്ന അല്ലെങ്കിൽ കേരളം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൂടിയാണ്. ഏതായാലും ഈ ബജറ്റിലെ പ്രധാനപ്പെട്ട സവിശേഷതയായി ആർക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും കൂടുതൽ പദ്ധതികളും ധനസഹായവും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ്. ആദായ നികുതിയിലെ മാറ്റമടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കപ്പെട്ട ഒരു ബജറ്റാണിത്. അതിനനുസൃതമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കണം. പുതിയ നികുതി സമ്പ്രദായത്തിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നത് 50,000-ൽ നിന്ന് 75,000 ആക്കിയിട്ടുണ്ട്. 3 ലക്ഷം വരെ നികുതിയില്ല. 3 മുതൽ 7 ലക്ഷം വരെ 5% നികുതി, 7 മുതൽ 10 ലക്ഷം വരെ 10% നികുതി എന്നിങ്ങനെയാണ് ബജറ്റിലെ പ്രഖ്യാപനം. അതോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് വൻ നേട്ടം ഉണ്ടാകുന്നു ഈ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ. സ്റ്റാർട്ടപ്പുകൾക്ക് ഏഞ്ചൽ ടാക്സ് എല്ലാ വിഭാഗത്തിലും ഒഴിവാക്കിയിട്ടുണ്ട് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമായി നിലനിൽക്കുന്നുണ്ട്. അടിസ്ഥാന മേഖലകളിൽ കൂടുതൽ ഊന്നൽ നൽകുന്ന ബജറ്റ് പ്രഖ്യാപനം എന്ന് പറയാം എന്ന് കരുതുന്നു. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ആദായ നികുതി ആക്ട് പുനഃപരിശോധിക്കും എന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നികുതി ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടും. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വില ഉയരും. വില കുറയാൻ പോകുന്നത് ലെതർ ഉൽപ്പന്നങ്ങൾക്കായിരിക്കും. ലെതർ ഉൽപ്പന്നങ്ങളുടെയും തുണിത്തരങ്ങളുടെയും വില കുറയും എന്ന് നമുക്ക് കണക്കാക്കാം. സ്വർണം, വെള്ളി എന്നിവയുടെ വില കുറയാൻ പോകുന്നു. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട് നിർമ്മല സീതാരാമൻ ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ. മൊബൈൽ ഫോണിനും ചാർജറിനും വില കുറയാൻ പോകുന്നു. മൊബൈൽ ഫോണിൻ്റെയും ചാർജറിൻ്റെയും കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കും. പെൻഷൻ പദ്ധതിയിൽ മാറ്റം വരുത്തിയിട്ടില്ല. പെൻഷൻ പദ്ധതിയിൽ മാറ്റമില്ല. പുതിയ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് പറഞ്ഞത്. കസ്റ്റംസ് ഡ്യൂട്ടി നിരക്കുകൾ പുനഃപരിശോധിക്കും. കസ്റ്റംസ് ഡ്യൂട്ടി നിരക്കുകൾ അതിൽ ക്യാൻസർ രോഗത്തിനുള്ള 3 മരുന്നുകൾ കൂടി 3 മരുന്നുകൾക്ക് കൂടി കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. കർഷകർക്കുള്ള ധനസഹായം 6,000 രൂപയായി തുടരും എന്നുള്ളതാണ് ബജറ്റിലെ മറ്റൊരു പ്രഖ്യാപനം. കർഷകർക്കായിട്ടുള്ള ധനസഹായം 6,000 രൂപയായി തുടരും. GST റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. GST റവന്യൂ വരുമാനം സാധാരണക്കാരൻ്റെ നികുതി ഭാരം കുറയ്ക്കുന്ന തരത്തിൽ അതിൻ്റെ വരുമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ധനക്കമ്മി GDP-യുടെ 4.9% എന്നും നിർമ്മല സീതാരാമൻ്റെ ബജറ്റിൽ പറയുന്നു. ഭൂരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുമെന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിലെ ഭൂരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യും. വികസിത നഗരങ്ങൾക്ക് പ്രത്യേക പാക്കേജ് അനുവദിച്ചിട്ടുണ്ട്. 12 വ്യവസായ പാർക്കുകൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാക്കും എന്നും ബജറ്റിൽ പറയുന്നുണ്ട്.